ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അപ്പൊ തന്നെ പോയി. പോവാതിരുന്നെങ്കിൽ ഞാൻ ചൂലെടുത്തേനെ. എന്നാലും അവന്റെ ഒരു ധൈര്യം നോക്കണേ. ഇവിടെ വരാൻ അവൻ എങ്ങനെ തോന്നി? ഇപ്പൊ മനസ്സിലായല്ലോ മരുമോളുടെ മഹത്വം. ആ, അവള് കൂട്ടിയിരിക്കുന്നുണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ അവൻ വിവരം പറഞ്ഞേനെ. ശരത്ത് വഴക്കിനൊന്നും പോണ്ട. എപ്പോഴാ എന്താ സംഭവിക്കെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പോരാത്തതിന് അവൻ വക്കീലും. മോനെ വല്ല കള്ളക്കേസിലും കുടിക്കാൽ എന്ത് ചെയ്യും? എന്നെ രക്ഷിക്കാൻ എനിക്കറിയാമേ. വക്കീലല്ല, ആര് ശ്രമിച്ചാലും എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അവനിപ്പോ ദേവികയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്തിനാന്ന് മനസ്സിലായോ മുത്തശ്ശിക്ക്? ആദ്യം ജോലി, പിന്നെ ഈ വീട്. നടന്നത് തന്നെ രണ്ടും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയുടെ സമ്മതം ആർക്ക് വേണം? കളക്ടറെ സ്വാധീനിച്ച് ആ ജോലി ദേവിക്ക് വാങ്ങിക്കൊടുക്കാൻ സിദ്ധു വിചാരിച്ച സാധിക്കില്ലെന്നാണോ അമ്മ കരുതുന്നത്? സാധിക്കും. പിന്നെ ഈ വീട് ഇത് അച്ഛന്റെ പേരിലാണെന്നറിയാമല്ലോ. ഒരിക്കലും ദേവിക്ക് എഴുതി കൊടുക്കാൻ അച്ഛൻ തയ്യാറായതുവാ. എന്നിട്ടത് നടന്നില്ലല്ലോ. എന്താ നടക്കായിരുന്നത്? ആധാരം പണയത്തിലായതുകൊണ്ടല്ലേ. ഒന്നും കാണാതെ അല്ല സിദ്ധു കളത്തിലിറങ്ങിയിരിക്കുന്നത്. ജോലിയും വീടും ദേവിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചന്ദ്രയെ പതുക്കെ സിദ്ധു ഒഴിവാക്കും. എന്നിട്ട് ദേവികയെ കിട്ടും. അപ്പൊ ആർക്കാ ലാഭം? വക്കീലിനും ദേവിയേക്കും. അങ്ങനെ കാണാൻ സംഭവിച്ച പിന്നെ നിങ്ങളൊക്കെ റോഡില, നടു റോഡില്. ഞാനതിന് സമ്മതിക്കില്ല മോനെ. ഈ വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വന്നാലും ശരി, ആ രണ്ടാഗ്രഹവും ഞാൻ നടത്തിക്കില്ല. ഞാനും ഉണ്ട് നിന്റെ കൂടെ. വക്കീലല്ല, ഏത് കൊമ്പത്തെ മജിസ്ട്രേറ്റ് വന്നാലും നമ്മൾ വഴങ്ങില്ല. ഈ വാശി എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തായാലും ഞാൻ കാണും നിങ്ങളുടെ കൂടെ. എനിക്ക് വലുത് നിങ്ങളും ഈ വീടും. ചോറ് എന്ന് കൈക്കടിക്കുന്ന സ്വഭാവം ദേവിയെ പോലെ എനിക്കില്ല. ഒരുമിച്ച് നിന്ന് അവരെ തോപ്പിക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം നഷ്ടപ്പെടും. ഞങ്ങള് മോൻ പറയുന്ന പോലെ കേൾക്കും. ഞങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ളത് മോന് മാത്രം. അത് ഞങ്ങൾ മറക്കില്ല ഒരിക്കലും. മതി, ഈ ഉറപ്പ് മതി. ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്യും. ശരത്തോടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു അമ്മേ? അതെ, ഞാനും അതാ ഇപ്പൊ ചിന്തിച്ച്. അച്ഛനെ തട്ടിക്കൊണ്ടുപോയ വിവരം ഞാൻ അമ്മമാരോട് പറഞ്ഞില്ല. എന്തിനാ വെറുതെ പാവങ്ങളുടെ മനസ്സോടെ വിഷമിപ്പിക്കുന്നത്? പക്ഷേ നിനക്കറിയാവില്ല സത്യം. എന്നിട്ടും ഒരു കുലുക്കുല നിൽക്കുന്ന കാണുമ്പോഴാ അത്ഭുതം. ഞാനെന്താ വേണ്ടേ? എന്തൊക്കെ ചെയ്യാം? പോലീസിലൊന്ന് അറിയിക്കെങ്കിലും ചെയ്യാമല്ലോ. അവരന്വേഷിക്കില്ലേ? അച്ഛൻ തിരിച്ചു വന്നോളൂ എന്നാ ആര് പറഞ്ഞു? എന്റെ വിശ്വാസം. എടി, ഇത് കൊട്ടേഷനാ. നടേശ സാറിനെ കൊല്ലുമ്പോളേ ആലോചിക്കണമായിരുന്നു. നടേശൻ സാറിന് എന്താ? അച്ഛന് നീയും കൂടിയല്ലേ അത് ചെയ്തത്? എന്ത് ഭംഗിയായിട്ടാ നീ ഓരോ നുണകളൊക്കെ ഇങ്ങനെ പറയുന്നേ. നടേശൻ സാറിനെ കൊന്നതിന്റെ പ്രതികാരം അതാണോ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ കാരണം? അങ്ങനെയാണോ നീ വിശ്വസിച്ചിരിക്കുന്നേ? എന്താ അല്ലേ? എനിക്കങ്ങനെയാ തോന്നുന്നത്. നിന്റെ തോന്നലുകൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ലല്ലോ. നടേശൻ സാറിനെ കൊന്നവനെതിരെയുള്ള കൊട്ടേഷൻ ആണെങ്കിൽ അത് നിനക്കെതിരല്ലേ വരേണ്ടത്.
നീയല്ലേ കൊലയാളി? ഞാനും എന്ന് ആര് പറഞ്ഞു നിന്നോട്? എടി ഇതാ കൊട്ടേഷൻ തന്നെയാ, അല്ലെങ്കിൽ പിന്നെ ആരാടി അച്ഛനെ തട്ടിക്കൊണ്ടുപോയത്? അത് നീയല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അച്ഛനെ തട്ടിക്കൊണ്ടുപോയതില് നിനക്ക് നല്ല പരിഭ്രമമുണ്ട്. ആരാണത് ചെയ്തതെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. നീ എന്തോ ഭയക്കുന്നുണ്ട് അല്ലേ ശരത്തെ? ഞാനെന്തിനു ഭയക്കാൻ? അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെന്റെ മുഖത്ത് നോക്കി പറയടാ, ഈ കണ്ണിലേക്ക് നോക്കി. പതറാതെ പറയണം. പറയാവോ? എങ്കി പറയ്. പറ്റുന്നില്ല, പറ്റില്ല. നീ നിന്റെ അവസാനത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക. നിന്നെ വീഴ്ത്താൻ ഒരുപാട് പേര് കടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ശരത്തെ. പക്ഷെ അവരുടെ എല്ലാം കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. എന്തിനെന്നറിയോ? നിനക്കുള്ള ശിക്ഷ നടപ്പാക്കേണ്ടതേ ഞാനാ. എനിക്ക് വേണം ആ അവസരം. ആഗ്രഹിച്ച് കാത്തിരുന്നാ മതി. ഞാനൊരു കഴുകനടി. ആകാശത്തിന്റെ അത്ര ഉയരത്തിലാ ഞാൻ പറക്കാറ്. എന്നെ വീഴ്ത്താൻ നീ പോരാതെ. ചൂട് കൂടുമ്പോ കഴുകന്മാർക്ക് താഴെ ഇറങ്ങേണ്ടി വരും ശരത്തെ. വെള്ളം കുടിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? അതൊന്നും ആകാശത്തില്ല, ഭൂമിയിലാ ഉള്ളത്. കഴുകനായ നീ ഇര തേടാനായിട്ട് ഭൂമിയിൽ ഇറങ്ങുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിലാ നിനക്ക് പിടി വീഴാൻ പോകുന്നത്. വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവൻ സ്വയം ഇരയായി മാറും. കാത്തിരുന്നോ ആ ദിവസത്തിന് വേണ്ടി. അതിനി അധികം വൈകൊന്നുമില്ല. ചേച്ചി, ഈ വീട്ടിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മുഴുവനും പൂട്ടി വെക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിലേ മാല പോയതുപോലെ അതും പോവും. ഒപ്പം സാധനങ്ങളുടെ ഒരു ലിസ്റ്റും കൂടെ ഉണ്ടാക്കി വെക്കണം. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നമുക്കത് മനസ്സിലാക്കാൻ അങ്ങനെ ഒരു ലിസ്റ്റ് ഉള്ളത് നല്ലതാ. ഭഗവാന്റെ മുതൽ വരെ കക്കുന്ന കാലമായത്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ ഈ മാല പോയതൊന്നും അല്ല. ഭഗവാന്റെ മുതലെടുത്തവർക്കേ ഭഗവാൻ കൊടുത്തോളൂ. കണ്ടില്ലേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അകത്ത് പോകുന്നത്? അതുപോലെ എന്റെ മാല എടുത്തവര് ശിക്ഷിക്കപ്പെട്ടോളൂ. നശിച്ച് നാമാവിശേഷമാവും അവരും അവരുടെ കുടുംബവും.